എന്താ വർക്കിച്ച മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ. ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വരട്ടിക്കാണും. അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഓ, ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതും ലാഭം. പല്ല് പുറപ്പിക്കാൻ 50 കൊടുക്കണ്ടേ? ഞാൻ പോവാ. എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള. കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, 2 രൂപ ഇതാ. മാർക്കറ്റിൽ പുറത്തുള്ള കഴിച്ചുള്ളത് വർക്കിച്ചിന് മേലായിരിക്കും. ഓ, മേലാനിട്ടൊന്നുമല്ലെന്നേ. ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് 100 പച്ചനോട്ട് മടക്കി വെച്ചാ തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. ആന വേറെ, അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. കാശ് നാളെ, ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അതിന്റെ പാർത്ത പെണ്ണേ. വർക്കിച്ചിന് എന്താ വൈകുന്നേന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ലേശം തിരക്കിലായിരുന്നു. അപ്പോ കൈ കുറെ കാശ് കാണുമല്ലോ. അതിപ്പോ ചെലവാകുമല്ലോ. അതിന്റെ കെട്ടിയവനെന്തേ? വർക്കിച്ചോ, ഞാനിവിടെ ഉണ്ടേ. അടുക്കള ലേശം പണിയുണ്ടായിരുന്നു. ഇന്ന് കരിമീനാ. അതിരിക്കട്ടെ, ചവിട്ടിക്കലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇടവ് മാസമല്ലേ, ഇത്തിരി കുറവാ. എന്നാലും 5-6 കോളം ഉണ്ടായിരുന്നു. ഇന്നേതാ, മൂപ്പ അതോ ഇളയതോ? നല്ല ഇളം പരുവം, അന്തിക്കള്ള. വർക്കിച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ചെത്തിയാ. ആ, നീ ചെന്ന് വർക്കിച്ചിന് വേണ്ടി കരിച്ചു വെച്ച അല്ല പൊരിച്ചു വെച്ചാ കരിമീൻ എടുത്തിട്ടോ. ചെല്ലു ചെല്ലു. ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞു കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കയറ്റം ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാനും ഒരു യോഗം വേണമല്ലോ. ആ, എന്താ നീ ഓമന, നീ എവിടെ എന്തെടുക്ക? കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീൻ എടുത്തേ. എന്നെ ഭയങ്കര പേടി. വീട്ടിലെ തെങ്ങി എത്തിയിട്ട് എങ്ങനെയുണ്ട്? വല്ല ഗുണമുണ്ടോ? ഉണ്ടോന്നാ? ആലീസിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എന്താകാൻ, മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴാണെങ്കിൽ തള്ളിയത് എന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. ഓമന, ഞാനിവിടെ ഇത്തിരി. ഇപ്പൊ വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ? അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ടോ? അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ളു നോക്കണേ. നടക്കുമ്പം മുള്ളു നോക്കണം. ഇതാര് വഴിയില് നീയും കൂടി എന്താ വർക്കിച്ച ഇത്? കുടിക്കണേ. ചുട്ടാൻ പോയിട്ടില്ല. നല്ല വേഗമുണ്ട് അവന്റെ കൊല. വർക്കിച്ച ആ പറച്ചോനെ, ആര്
ആരും കാണാത്ത സ്വർഗത്തിന്റെ വാതിൽ. പക്ഷെ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് നരകത്തിന്റെ വാതിൽ തുറക്കാം. ഈ 2 ബോംബും കൂടെ ഇന്ന് അവിടെ വർക്കി. നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട. നീ പറഞ്ഞ പഞ്ചസാര തേയില് പിള്ളേർക്ക് ബീഫ് ഫ്രൈ ഉണ്ട്. ഞാനിത് മണിക്കുട്ടൻ കൊടുത്തിട്ട് വരട്ടെ. മണിക്കുട്ടാ, മണിക്കുട്ടാ. ഇതെന്താ? ഇത് ബ്ലൗസ്. അപ്പൊ ഇതോ? ഇത് ബ്ര. ഇതെന്താ? പഴം. ഇതൊക്കെ ആരുടെയാ? എനിക്കറിയില്ല, നിന്റെ അല്ലേ? നീ ഇതൊക്കെ എന്തായാലും എന്നെ കാണിക്കുന്ന ചോറ് വിളമ്പടേ. ഇതൊക്കെ ആരുടേതാണെന്ന് ഇതിന് മറുപടി പറ. ഇതൊക്കെ നിങ്ങളുടെ സഞ്ചിക്കകത്ത് എങ്ങനെ വന്നതാ? എന്റെ സഞ്ചിക്കകത്തോ? അതെങ്ങനെ വന്ന്? കണ്ടിട്ടും കേറി ഇറങ്ങുന്നതും പോരാതെ അവളുമാരെ ബ്ലൗസും ബ്രോയും ഒക്കെ എടുത്തോണ്ട് വരാനും തുടങ്ങിയോ? നാട്ടുകാർ പറയുന്നത് വെറുതെയല്ല. കുടിക്കുന്നതോ പോട്ടെ, കിട്ടുന്ന കാശ് മുഴുവൻ കണ്ടോളമാരി പിടിച്ചു വാങ്ങിക്കല്ലേ? എന്റെ കൂടെ പൊറുക്കണമെങ്കിൽ നാടക്കി നിന്നോണം. വർക്കിക്ക് തോന്നുമ്പോ തോന്നുന്നിടത്ത് പോവും, തിരിച്ചിവിടെ തന്നെ വരും. എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ. നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ ഭാരതമുണ്ട്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം. ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാണ്ട് വന്ന് വാങ്ങി ചേട്ടാ. ഓടിവാ. എന്നാ പിന്നെ മോനെ? പറ്റില്ലേ? ഓടിവാ, ഓടിവാ, ഓടിവാ. കിലോ 40 രൂപ, 40 രൂപ കിലോ, 40 രൂപ. ഓടിവാ, ഓടിവാ. ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ, വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മച്ചി. പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുപോകണേ. എടുക്കട്ടെ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മച്ചി. അവരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom ഇത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നണം. വെള്ളം വെച്ച് കുളിപ്പിക്കും ഞാൻ. ചുമ്മാ ഇരിക്കട്ടാ. ചേച്ചി, ചേച്ചി നാളെ ബന്ധാ മീനൊന്ന് വാങ്ങിച്ചോ. മീനാടോ? അസൽ മത്സ്യല്ലേ? എന്തിന്? കേരളം അല്ലേ ചേട്ടാ? വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പിടയ്ക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പിടയ്ക്കണ സൈസാ. ഒന്നും എടുക്കട്ടെ. വേണ്ട വേണ്ട. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന്. നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മീനെ 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി. മീനെ മീനെ മീനെ. നല്ല അയല തരാം, മത്തി തരാം. മീനെ 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 മീനെ. പിടയ്ക്കണ മീനെ. സോഫിയ. ഋഷി.
ആട്ടെ ഋഷി എന്താ ഇവിടെ? ദേ ഇതേണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല സോഫി എന്താ ഇവിടെ? ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ആഹാ. ആ ഇതെന്താ? മീൻ. ഇക്കാലത്ത് ബികോമും കമ്പ്യൂട്ടർ കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയിലെ അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെ ആയി അടിച്ചു പൊളിക്കുന്നുണ്ടാവോന്ന്. ആഹാ, കേൾക്കാൻ സുഖമുള്ള എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അല്ല സോഫി എങ്ങോട്ടാ? ആ പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യലാ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. ആ പഴയ കമ്പനിക്കാരൊക്കെ നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? ആ അവൻ വേറൊരു വഴിക്ക് പോയി. 2 റൂട്ട് കവർ ചെയ്യാനുണ്ട്. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. ആ 2-3 പാർട്ടിയെ പിടിച്ചു തരണം, കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണേ. ഓക്കെ വരട്ടെ. ആ ശരി. മീന് 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 മീനേ. ഓ അന്നമ്മേ നീ വന്നേ. ദാ വരുന്നു. ആ എടി ഞാൻ പോന്നു, നീ വല്ലം നിറച്ച് വന്നാ മതി. ശരി. എന്താടി നീ ഇന്ന് നേരത്തെ? ഞാനിന്ന് നേരത്തെ പോന്നു. നീ എന്താ കിനാവ് കാണുകയാണോ? ഞാൻ ഋഷിയെ കണ്ടു. ഋഷിയോ? ഏത് ഋഷി? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഋഷിയോ? അതെ. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ.